വെള്ളപ്പൊക്കത്തിന് ശേഷം ദൈവം ഭൂമിക്ക് മാത്രമല്ല മനുഷ്യവർഗവുമായുള്ള തൻ്റെ ബന്ധത്തിനും ഒരു പുതിയ തുടക്കം നൽകി. ഉൽപ്പത്തി 9-ാം അധ്യായത്തിലെ സന്ദേശം നോക്കാം. ദൈവം നോഹയെയും അവൻ്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയെ നിറയ്ക്കുക. സൃഷ്ടിയുടെ ഉത്തരവാദിത്വം മനുഷ്യരെ വീണ്ടും ഏൽപ്പിക്കുന്നു. ജീവൻ പവിത്രമാണെന്ന് ദൈവം വ്യക്തമാക്കി. രക്തം ചേർത്ത മാംസം കഴിക്കുന്നത് വിലക്കപ്പെട്ടു. കാരണം മനുഷ്യത്വം ദൈവത്തിൻ്റെ രൂപത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടത്. ദൈവം നോഹയുമായി ഒരു ഉടമ്പടി ചെയ്തു. ഇനി ഒരിക്കലും വെള്ളപ്പൊക്കത്താൽ ഭൂമിയെ മുഴുവൻ നശിപ്പിക്കില്ല. മഴവില്ല് ഈ ഉടമ്പടിയുടെ പ്രതീകമായി മാറി. ഓരോ മഴവില്ലും ദൈവത്തിൻ്റെ കരുണയും വിശ്വസ്തതയും ഓർപ്പിക്കുന്നു. എന്നാൽ നീതിമാനായ ഒരാൾക്ക് പോലും ബലഹീനതയിലേക്ക് വീഴാൻ കഴിയുമെന്ന് 9-ാം അധ്യായവും കാണിക്കുന്നു. നോഹയുടെ തെറ്റ് നമ്മെ ജാഗ്രത പാലിക്കാൻ പഠിപ്പിക്കുന്നു. ഉൽപ്പത്തി 9 നമ്മെ പഠിപ്പിക്കുന്നു, ദൈവമാണ് ഉടമ്പടി പാലിക്കുന്നവൻ, എന്നാൽ മനുഷ്യൻ ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കണം. ഈ സന്ദേശം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.